എന്റെ അമ്മേ. ബിരിയാണി പാർസൽ റെഡി. സാർ ബില്ല്. ബില്ല് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ ചോദിക്കാതെ കൊടുക്കുന്ന ഓരോ സാധനം ബില്ല. ഞാൻ ആരാണെന്ന് അറിയോ? എനിക്കറിയില്ല. പുറത്താരെങ്കിലും ചോദിച്ചു നോക്ക്. തൽക്കാലം സാർ ഈ ബില്ലൊന്നും ആ സാറിന് ബില്ല് കൊടുക്കണ്ട. ഇദ്ദേഹം ഈ വാർഡിലെ കൗൺസിലറാ, സെബാസ്റ്റ്യൻ കുഴുവേലി. അടുത്ത ടൈം മുനിസിപ്പൽ ചെയർമാൻ ആകും. ഓൻ പുതിയ ആളാ, നിങ്ങൾ ക്ഷമിക്കേ. എന്താ ബിരിയാണി! സാഹിബിന്റെ ബിരിയാണി എത്ര കഴിച്ചാലും മടുക്കില്ല. ഇവിടുത്തെ മട്ടൻ ബിരിയാണിയിലെ മട്ടൻ പോത്തിന്റെ ആണോ അതോ മൂരിയുടെ? ആനേന്റെ എടോ കുഴുവേലി. 6 മാസത്തിന് താഴെ പ്രായമുള്ള ഇളം ആട്ടിൻകുട്ടിന്റെ ഇറച്ചിയാണ് നമ്മുടെ ബിരിയാണിന്റെ രഹസ്യം. പിന്നെ പടച്ചോന്റെ കൃപയും. എന്നും ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെക്കുമ്പോ എന്റെ നെഞ്ചിനകത്തൊരു പെടപെടപ്പാ. പിന്നെ കണ്ണടച്ച് പടച്ചോനെ വിളിക്കും, എന്റെ റബ്ബേന്ന്. ഒന്ന് പാളിയാ തീർന്നില്ലടോ കച്ചവടം. ദേ, നിങ്ങൾ ആ ഹോട്ടലും നോക്കി, എന്തോരം കച്ചവടം ഉണ്ടായിരുന്നതാ. ഒരശ്രദ്ധ, പഴകിയ ഭക്ഷണം, ഫുഡ് പോയിസൺ. ഒടുവിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് സീരി വെച്ച് പൂട്ടിയില്ലേ? പഴയതൊന്നും മറക്കരുത് സാഹിബേ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ പൂട്ടിച്ചതെന്നറിയോ? അതിനൊരു പുതുപുത്തൻ മാരുതി കാറ് നമ്മളും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതും മറക്കണ്ടാന്ന്. അല്ല, എവിടെ നിങ്ങളുടെ ആ കാറ്? 1 കിലോമീറ്റർ അപ്പുറത്ത് മാറ്റിയിട്ടേക്കാ. അതിന് നിങ്ങളുടെ കടയിൽ പാർക്കിംഗ് ഇല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് പാർക്കിംഗ് സൗകര്യം മസ്റ്റാ സാഹിബേ. ആ തിരുമേനിയുടെ സ്ഥലത്ത് 10-30 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇതുവരെ അത് വാങ്ങാത്തത് കഷ്ടമാണ് സാഹിബേ. തിരുമേനി തരേണ്ടെന്ന് 100 തവണ ചോദിച്ചതാ, അടുക്കണില്ല. പക്ഷെങ്കി തിരുമേനി നമുക്കിത് തന്നേ പറ്റൂ. നമ്മളൊന്നും കാണാണ്ടല്ല തിരുമേനിയുടെ മൂത്ത മോളുടെ കല്യാണത്തിന് 10 ലക്ഷം ഉറുപ്പിക കടം കൊടുത്ത് സഹായിച്ചത്. അത് ഈ സ്ഥലത്തിന്റെ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. തിരുമേനിയുടെ ഇളയ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്ത് കണ്ടിട്ട്? ഈ സ്ഥലം വിറ്റാലല്ലേ തിരുമേനിക്കുട്ടിയുടെ കല്യാണം നടക്കൂ. നീ പോയി തന്ത്രത്തിലൊന്ന് മുട്ടി നോക്കി കാര്യം നടത്തി തന്ന എന്റെ മാരുതിക്കാരന്റെ സ്ഥാനത്ത് ബെൻസ് കാർ വരും. എന്താണോ കുഴുവേലി ഈ വഴിക്കൊക്കെ? ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ലേ, കൗൺസിലർ എന്ന നിലയിൽ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. അന്വേഷിച്ചിട്ട് എന്തിനാ? ഇല്ലത്തെ കുട്ടിയുടെ വിളിക്ക് സർക്കാരിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക സഹായം ഏർപ്പാടാക്കിയിട്ടുണ്ടോ? തിരുമേനി മനസ്സ് വെച്ച സാമ്പത്തികം ഉണ്ടാക്കാനാണോ പാട്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഒരല്പം അശ്രദ്ധ വന്നപ്പോ എനിക്ക് എന്റെ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നു. അത് നേരാ എന്ന് കരുതി അന്യജാതിക്കാർക്ക് ഇറച്ചിയും മീനും വെക്കാനും വിൽക്കാനും നാം അത് കൊടുക്കില്ല. മത്സ്യമാംസാദികൾ ആ പരിസരത്ത് നാം അടുപ്പിക്കില്ല. തിരുമേനി ദിവസവും കുളിക്കുന്ന അമ്പലക്കുളത്തിൽ മീനുണ്ടോ? മീൻ പിടയ്ക്കുന്ന പുഴയിലും കുളത്തിലും കുളിക്കാം. വെളുത്ത നിറത്തിൽ വരുന്ന പശുവിന്റെ ചോര ഊറ്റിയെടുത്ത് പാലെന്ന പേരിൽ കുടിക്കാം. അതിലൊന്നും ഒരു ശുദ്ധമില്ല, വൃത്തിയില്ല. എന്താ തിരുമേനി? എടോ, ഈ അശ്ലീലത്തെ പിടിച്ച് പടിക്ക് പുറത്താക്കുന്നുണ്ടോ? വേണ്ട, ഞാൻ പൊക്കോളാം. വെങ്കട്പതി, നമ്മൾ എന്തൊക്കെയാണ് കാണാൻ കൊടുക്കുന്നത്? തള്ളോ? തള്ളിന്റെ ഒന്നും കാര്യമിനിയില്ല. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കൊടുക്കാം. നാണോ? നാണാണ് നമ്മൾ. മനസ്സിലായില്ല? നമ്മളല്ലേ ഇപ്പൊ കാറിൽ ഇങ്ങോട്ട് വരാൻ കൊടുത്തത്. നമ്മൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുടി കൃഷ്ണരാജ കമ്മത്ത് മകൻ ദേവരാജ കമ്മത്ത. ഇനി നിങ്ങൾ നമ്മൾക്ക് കാര്യങ്ങൾ പറയാൻ കൊടുക്കണം. എന്താണ് പ്രശ്നം? ഞങ്ങൾ സുലൈമാൻ സാഹിബിന്റെ ആളുകളാ. അപ്പോൾ അതാണോ പ്രശ്നം? അയ്യോ, അതല്ല. ഇനി ഒന്നും ഇങ്ങോട്ട് പറയാൻ കൊടുക്കണ്ട. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു. 10 ലക്ഷം രൂപയുടെ പ്രോബ്ലം അല്ലേ? പണം നമ്മൾ തരും. മൂർത്തി, മൂർത്തിയുടെ കോട സുർക്കാൻ കൊടുക്കണോ? കോട സുർക്കാൻ കൊടുക്കണോ? തിരുമേനി, ഈ സാഹിബിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ കൊടുത്തിട്ട് എത്ര കാലമായി? 1.5 വർഷം കഴിഞ്ഞു. 2 വർഷത്തെ ബാങ്കിന്റെ പലിശ കണക്കാക്കിക്കോട്ടെ. അപ്പോ 12,09,999 രൂപ 85 പൈസ.
മൂർത്തി നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്യുന്നു 12,10,000 15 പൈസ ജാസ്തി ഉണ്ട്. എത്ര പണം നമ്മൾ വെറുതെ കളയുന്നു. കൊണ്ടുപോയി തിന്നട്ടെ മക്കനക്ക. മൂർത്തി മേസ കുളുങ്ങണു. അനങ്ങാതെ നിൽക്കൂ. കേൾക്കാതെ. നിങ്ങൾക്ക് ഇത് സാഹിബിനെ ഏൽപ്പിക്കാൻ കൊടുക്കാം. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിടിക്കാനാ വന്നത്. തിരുമേനി പറഞ്ഞ അനുസരിക്ക്. തിരുമേനി ഇനി ഒപ്പിടാൻ കൊടുക്കില്ല. താനതിൽ ഇടപെടണ്ട. ഏർപ്പെടും. ഇനി നമ്മൾ ഏർപ്പെടും. അടിച്ചോടിക്കണേ പറട്ടയല്ല കമ്മത്ത് ദേവരാജ കമ്മത്ത്. നമ്മൾക്ക് തല്ലാൻ കൊടുക്കല്ലേ. നമ്മൾ കമ്മത്തുമാറ് സമാധാന പ്രിയരും യുദ്ധ പാരമ്പര്യമില്ലാത്തവരും അഹിംസവാദികളും ഒക്കെയാണ്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ മൂർത്തി ഇത് ഒരു നെക്കിയാൽ നിങ്ങളുടെ തൽബണ്ട പൊട്ടി നിങ്ങൾ സത്തുപോകും. നിങ്ങൾ സത്തുപോയാൽ നമ്മൾ ജയിൽ പോകാൻ കൊടുക്കില്ല. നമ്മൾക്ക് പണമുണ്ട്, പദവിയുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവൻ വേണോ അഗ്രിമെന്റ് വേണോ. ജീവൻ മതി. വിത്ത് ക്യാഷ്. മൂർത്തി ഈ ഗുണ്ടന്മാരുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഫോട്ടോ എല്ലാം മേടിക്കാൻ കൊടുക്കണം. നമ്മൾക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഇവരെ വിളിക്കാൻ കൊടുക്കരുത്. തീർക്കള പേടിത്തൂറികൾ. തിരുമേനി പേടിക്കാൻ കൊടുത്തോ? ഹേയ് ഇതിലുണ്ടില്ല. ഉണ്ട നമ്മുടെ സേട്ടൻ കമ്മത്തിന്റെ കയ്യിലാ. അദ്ദേഹം അത് നമ്മൾക്ക് പൊട്ടിക്കാൻ തരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട മാത്രമേ ഉള്ളൂ. തോക്കില്ല. തോക്ക് നമ്മുടെ കയ്യിലല്ലേ. തോക്കിൽ ഉണ്ട ഇട്ടാലല്ലേ പൊട്ടിക്കാൻ പറ്റൂ. സ്വർഗത്തിൽ നമ്മൾ തോക്ക് പൊട്ടിക്കാറില്ല. കാർത്തിയാനി ഇദ്ദേഹത്തിന് കുടിക്കാൻ കുറച്ച് സംഭാരം കൊടുക്കുക. ഒന്നും വേണ്ട. നമ്മൾക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ കൊടുത്താൽ മതി. വസ്തു മോളെ ഒന്ന് ചെല്ലുക. ബിരിയാണി സ്ട്രീറ്റ്. നമ്മളുടെ കട ആരംഭിച്ചാൽ 3 മാസം കൊണ്ട് ഈ പേര് മാറും. പിന്നെ കമ്മത്ത് സ്ട്രീറ്റ് ആവും. അതാ നമ്മുടെ റാസി. ശ്രീകൃഷ്ണ വിലാസം, കിഴക്ക് ദർശനം, ഐശ്വര്യം. ഗണപതിയാണ് പ്രതിഷ്ഠ അല്ലേ? കൗണ്ടർ പൊക്കി നോക്കുന്ന ആളാണോ സാഹിബ്? നല്ല വെളുത്ത ഹൽവ പോലത്തെ ഭംഗിയുള്ള ശത്രു. മാഷ് വരൂ, കടയൊക്കൊന്ന് കാണണ്ടേ? കാണണമല്ലോ, വരൂ. എന്തെങ്ങനെ നോക്കുന്നേ? തന്റെ മംഗല്യം ശരിക്കും ഉറപ്പിച്ചുല്ലേ? അതെ. എന്താ മാഷെ? സങ്കടം പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഈർക്കിലി പോലെ ഇരുന്ന പെണ്ണാണ്. ഇപ്പൊ വളർന്ന മലമ്പുഴ യക്ഷയെ പോലെ സുന്ദരിയാവും അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ഐ ലവ് യു പറഞ്ഞ് നമ്മൾ അന്നെ ബ്ലോക്ക് ചെയ്തേനെ. ഇനിയിപ്പൊ പറയാൻ കൊടുത്തിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾക്ക് വളരെ വളരെ ഇഷ്ടമായി. അതല്ല, ഇതെന്തായാലും കയ്യിൽ പോയല്ലോ. ഹോട്ടലും പരിസരവും ഒക്കെ എന്തായാലും പുറത്തു കൊടുക്കുമ്പോ ആദ്യം നമ്മളെ ഓർത്തത് നന്നായി. നമ്മളിതാ ഇത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ആ തിരുമേനി സാഹിബിനിട്ട് സെറ്റപ്പ് പണിയാ തന്നത്. നമ്മുടെ ബിരിയാണിന്റെ മുമ്പിൽ കമ്മത്തിന്റെ ദോശയും സാമ്പാർ പിടിച്ചു നിക്കോ? ഇല്ലാന്ന്. ഓ, സാഹിബ് ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? കമ്മത്തിന്റെ 33ാമത്തെ കടയായത്. എവിടെ തുടങ്ങിയാലും കടയില് ബിവറേജസിന്റെ മുന്നിലെ മാതിരി ക്യൂവാ. എനിക്ക് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ക്യൂ കണ്ടിട്ട് ബിവറേജസ് എന്നും പറഞ്ഞ് ചെന്ന് കയറിയപ്പോഴല്ലേ കമ്മത്ത്. കുഴിവേലി, നമ്മുടെ കടയുടെ മുമ്പില് മറ്റൊരു ഹോട്ടൽ. നമുക്കത് സഹിക്കൂല. കമ്മത്തുമാർ കട തുടങ്ങരുത്. അന്ന് തിരുമേനിന്റെ ഹോട്ടൽ പൊട്ടിച്ച മാതിരി നിങ്ങളൊരു വഴി പറഞ്ഞേ. അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി അല്ല ഇന്നൊരു ലേഡിയാ. പേര് മഹാലക്ഷ്മി. കുറച്ച് രൂപ മുടക്കേണ്ടി വരും. അല്ല, ആ ലേഡി കൈക്കൂലി മേടിക്കൂ? അവര് മേടിക്കില്ല, പക്ഷെ ഞാൻ മേടിക്കും. അവരെ ഒതുക്കാൻ ഇച്ചിരി പാടാ. പൊതുവെ അവർക്ക് ആണുങ്ങളോട് താല്പര്യമില്ല. കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കെട്ടാത്തതിന്റെ അസുഖമാണെന്നാ ആളുകൾ പറയുന്നത്. ആയിരിക്കുന്നവനാണ് ഞാൻ പറഞ്ഞ കമ്മത്ത്. ഭയങ്കര സ്ത്രീലമ്പടന. മിണ്ടണ്ട, മിണ്ടിയാൽ സെക്രട്ടറി പോലും വഴങ്ങിപ്പോകും. മുനിസിപ്പൽ സെക്രട്ടറി എത്തി. അവൻ വളയ്ക്കാൻ ശ്രമിക്കും, വഴങ്ങരുത്. നമസ്കാരം. നമ്മൾ കമ്മത്ത്
ദേവരാജ കമ്മത്ത് കമ്മത്താൻ കമ്മത്ത് ഹോട്ടൽസിന്റെ പാർട്ട്ണറാണ്. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. താൻ നിൽക്കാൻ ആ കൊടുക്കും. നിക്കാം. മാഡം 3 ദിവസമായി നമ്മളിങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കാൻ കൊടുക്കണു. മാഡം ലീവായിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറി ഒരു ലേഡിയാണെന്ന് അറിഞ്ഞപ്പോ ഒരു 50-52 ആണ് നമ്മൾ വിചാരിക്കാൻ കൊടുത്തത്. ഇതിപ്പോ ചെറുപ്പമല്ലേ? എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? 6 കണ്ടാലും ചോദിച്ചു പോകും. കല്യാണം കഴിക്കാൻ കൊടുത്താണോ? ആണെങ്കിൽ ഹസ് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണം? കുട്ടികൾ? കല്യാണം കഴിക്കാത്ത മാഡത്തിന് കുട്ടികളോ? മാഡം ഇയാളെ ഇൻസൾട്ട് ചെയ്യാണ്. മിച്ചേ വെങ്കട്പതി, അപ്പൊ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ലേ? നമ്മളെ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ല. കാമഭ്രാന്തനാ, വിട്ടോ. പവൻ കൊടുത്തോ? ടിക്കു എന്താണ് തന്റെ പ്രശ്നം? നമ്മളുടെ ഹോട്ടൽ ലൈസൻസിന്റെ കാര്യം താൻ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കാത്തിരിക്കേണ്ടി വരും. അല്ല, നമ്മൾ രാവിലെ കാലത്ത് മുതൽ കാത്തിരിക്കാൻ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത്? സ്ത്രീലമ്പടനാണെന്ന്. ഇനി അവനൊരു ചേട്ടനുണ്ട്, പേര് രാജരാജ കമ്മത്ത്. സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നു എന്നാ കേട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ലൈസൻസ് കൊടുക്കരുത്. സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ നമ്മൾ ലൈസൻസ് കൊടുക്കുന്നത്? 4-5 വർഷം മുമ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ഫുഡ് കോർപ്പറേഷന്റെയും നോട്ടീസ് പ്രകാരമാണ് നമ്മൾ പഴയ ശ്രീകൃഷ്ണ വിലാസം ഹോട്ടൽ പൂട്ടി സീല് ചെയ്തത്. ഇപ്പൊ ആ ഹോട്ടലിന്റെ പേര് കമ്മത്താൻ കമ്മത്ത് എന്ന് മാറ്റിയാണ് ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്നത്. കേസ് നിലവിലുണ്ട്. മാഡം വെറുതെ പുലിവാലി പിടിക്കണ്ട. കൗൺസിൽ അറിയാതെ മാഡത്തിനെ കബളിപ്പിച്ച് ലൈസൻസ് നേടാനാണ് അവൻ ശ്രമിക്കുന്നത്. കൗൺസിലിനെ എതിർത്തുകൊണ്ട് മാഡത്തിന് മുന്നോട്ടു പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തൽക്കാല അപേക്ഷ കൗൺസിലിന്റെ മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഞാൻ ആ ഫയലൊന്ന് നോക്കട്ടെ. മാഡം ലഞ്ച് ബ്രേക്ക് ആകാൻ പോകുന്നു. തന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? കണ്ണിൽ തുപ്പരുത്. നമ്മൾക്ക് സമയം വെറുതെ കൊടുക്കാനില്ല. മൺഡേ ഹോട്ടലിന്റെ ഉദ്ഘാടനമാണ്. ലൈസൻസ് കിട്ടാതെ ഉദ്ഘാടനം. അതിനാണല്ലോ നമ്മൾ അപേക്ഷ വച്ചത്. തന്റെ ഫയൽ ഇനിയും വിശദമായി പഠിക്കാനുണ്ട്. താൻ പോയി അടുത്ത ആഴ്ച വരൂ. അങ്ങനെ പറയരുത്. ഉദ്ഘാടനം മാറ്റിവെക്കാൻ പറ്റില്ല. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തീയതി നിശ്ചയിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? നമ്മുടെ സേട്ടൻ രാജരാജ കമ്മത്ത്. അദ്ദേഹത്തെ മാഡത്തിന് അറിയാൻ കൊടുക്കില്ല. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു മാതിരി ലുക്ക് ഉണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ മൂക്കത്താണ് സുണ്ടി. സ്നേഹിച്ചാൽ രാജമാണിക്യം, ഇറങ്ങിയ പൊക്ക് രാജ. ബാക്കി നമ്മൾ പറയാൻ കൊടുക്കുന്നില്ല. തനിക്കിപ്പോ തൽക്കാലം ലൈസൻസ് തരാൻ നിർവാഹമില്ല. യു മേ പ്ലീസ് ലീവ് നൗ. അപ്പോ മാഡം നമുക്ക് ലൈസൻസ് കൊടുക്കില്ല. ഇല്ല. ഒരു മിനിറ്റ്. അയ്യോ, വെടിവെക്കരുത്. ഫോണാണ്. അണ്ണോ ചാങ്ങ അങ്കാർത്തേക്ക ലൈസൻസ് ദിംനാഖൈ. ഇത് മലയാളമല്ല, ഉറുദു. കൗൺസിലർ ഹാത്തസ ഇത്തിക്കോർക്ക. ഇച്ചിരി കോർക്കണമെന്ന് മൈൻഡ് ചെയ്യണ്ട. യാ ഹാ ഓ ഓക്കേ അണ്ണു. കരാട്ടെ ക്ലാസ്സോ? നമ്മളുടെ സേട്ടനാണ്. സേട്ടൻ പറഞ്ഞു ആ അഹങ്കാരി സെക്രട്ടറിയോടെ പോയി പണി നോക്കാൻ പറയാൻ കൊടുക്കാൻ. സേട്ടൻ ഒന്ന് വിരലിനോടിച്ചാൽ മുനിസിപ്പൽ സെക്രട്ടറി അല്ല ചെയർമാൻ വരെ ഹോട്ടലിന്റെ അവിടെ വന്ന് ലൈസൻസ് തരാൻ കൊടുക്കുമെന്ന്. താൻ ആരോടാ സംസാരിക്കുന്നെന്നറിയോ? ആ തന്റെ കാര്യം നമ്മൾ സേട്ടനോട് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ സേട്ടൻ പറഞ്ഞു തന്നെ ഒന്നും ചെയ്യാൻ കൊടുക്കരുതെന്ന്. അതാണ് ഓർഡർ. തന്നെ മാറ്റി വെക്കണമെന്ന്. എന്തിന്? സേട്ടന് തന്നെ ഒറ്റയ്ക്ക് ഇടിക്കാൻ കൊടുക്കണമെന്ന്. ഇടിക്കാനോ? അപ്പോൾ മാഡം കമ്മത്താൻ കമ്മത്ത ഹോട്ടലിന്റെ ഉദ്ഘാടനം ഈ മൺഡേ തന്നെ ഫിക്സ് ചെയ്തു. ആദ്യത്തെ ക്ഷണം മാഡത്തിന് ഇരിക്കട്ടെ. മാഡം വരണം, പങ്കെടുക്കണം, ആശീർവദിക്കണം. തന്നെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കാൻ കൊടുക്കുന്നില്ല. ഇല്ല. കണ്ടില്ലേ മാഡം അവന്റെ അഹങ്കാരം. ലൈസൻസ് ഇല്ലാതെ ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. മുനിസിപ്പാലിറ്റിയെ വെല്ലുവിളിച്ചോണ്ടാ കമ്മത്താൻ കമ്മത്ത് ഹോട്ടലിന്റെ ഉദ്ഘാടനം നടത്താൻ പോണത്. പക്ഷെ മുനിസിപ്പൽ സെക്രട്ടറി വാശിയില്ല. പെണ്ണാണെങ്കിലും ഉശിരുള്ള ജാതിയാ. ഉദ്ഘാടനം പോലീസ് തടയും. നീ ആ ബോർഡ് കണ്ട? ഒരു കമ്മത്ത് ഗ്രീൻ, മറ്റേ കമ്മത്ത് റെഡ്. റെഡ് അപകടകാരിയാണ്. ഒന്നും കാണാതെ കമ്മത്തുമാർ ഉദ്ഘാടനം വെക്കൂല. ഉദ്ഘാടനത്തിന് അന്ന് ഏട്ടൻ കമ്മത്ത് ഇവിടെ എത്തരുത്. എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഹോട്ടൽ തുറക്കൂല. മൂത്ത കമ്മത്ത് പാലക്കാട് ജില്ലയിൽ കാലുകുത്താതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കമ്മത്തിനെ തല്ലി ഒടിച്ച് ഇഞ്ച പരുവത്തിലാക്കി തൃശൂർ മെഡിക്കൽ കോളേജിലാക്കാൻ പറ്റിയ ചുണക്കുട്ടികൾ എന്റെ കയ്യിലുണ്ട് സാഹിബേ. വരട്ടെ രാജരാജ കമ്മത്ത്. രാജരാജ കമ്മത്തുണ്ടോടാ വണ്ടിയില്? ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങടാ. എന്തിനാണാവോ? സ്നേഹിക്കാൻ.
തന്നെ കുറച്ചു കാലമായി ശരീരം ഒന്ന് അനങ്ങിയിട്ട്. ഇപ്പൊ വിളിക്കാം മുതലാളി. ആകട്ടെ, നിങ്ങൾക്കൊക്കെ ആരാണ്? നമ്മൾക്കൊരു പിടുത്തം കിട്ടണ്ടല്ലോ. വെങ്കട് പറ്റി അറിവാൾ വടിവാൾ ഫുട്ബോൾ. നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണല്ലേ? അപ്പോൾ നമ്മൾക്ക് പാൽക്കാട്ട് ശത്രുക്കളുണ്ട്. നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണെങ്കിൽ നമ്മൾ ഗുണ്ടകളെ തള്ളാറില്ല. അതിന് നമ്മൾ ആട്ടിന്റെ ഇറച്ചി, മാട്ടിന്റെ ഇറച്ചി, പുളിയുടെ ഇറച്ചി, കോഴിയുടെ ഇറച്ചി, മീനിന്റെ ഇറച്ചി എല്ലാം കൊടുത്തു വളർത്തുന്ന ഒരു പോത്തുണ്ട്. ആരാണ് അയാൾ? ആരായിരിക്കും? ഇയാളാണ് പേര് ഗോപി. ഇയാൾ ശരിക്കും അടിക്കും, നല്ല അടിക്കാരനാണ്. വേണമെങ്കിൽ ഒന്ന് നോക്കൂ, നല്ല ചാൻസ് അല്ലേ? അരെ ഗോപി. ഓ എന്താ മുതലാളി? തല്ലിയാൽ മതി, കൊല്ലണ്ട. അരെ ഗോപി, നമ്മൾ അങ്ങനെ ആപ്പമാരെയും ഊപ്പമാരെയും ഒന്നും തള്ളാൻ കൊടുക്കില്ല. അത് ഇരിക്കട്ടെ, തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? അത് പറയും. വെറുതെ പറയാൻ കൊടുക്കണോ? പറയണം. ഹലോ സെക്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ കൊടുത്ത മുനിസിപ്പൽ സെക്രട്ടറിക്കും ചെയർമാൻക്കും പോലീസുകാരന്മാർക്കും നമ്മളുടെ സേട്ടന്റെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കുന്നു. ഇൻസ്പെക്ടർ, മുനിസിപ്പൽ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഹോട്ടൽ നടത്താനുള്ള അവകാശമില്ല. നിയമം ലംഘിച്ച് നിങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്തേ പറ്റൂ. നിയമം ആര് ലംഘിച്ചു? ഒരു സ്ഥാപനം മുഹൂർത്തം നോക്കി ഉദ്ഘാടനം ചെയ്യാൻ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് വേണോ? വേണ്ട പോലീസുകാരന്മാരെ. ഇവിടെ ആഹാരം ഉണ്ടാക്കി കച്ചവടം ചെയ്താലല്ലേ നിയമലംഘനമാവൂ. അത് നമ്മൾ ചെയ്യാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഏത് വകുപ്പിലാണ് കേസ്? പറയൂ പോലീസുകാരന്മാരെ. വെറുതെ പറയാൻ കൊടുക്കണോ? ഇൻസ്പെക്ടർ സാറിനെ നീ വകുപ്പ് പഠിപ്പിക്കണ്ട. മുനിസിപ്പാലിറ്റിക്കാർ അടച്ചുപൂട്ടി സീൽ ചെയ്ത ഈ ഹോട്ടൽ തുറന്ന കുറ്റത്തിന് ഈ തിരുമേനി ആദ്യം അറസ്റ്റ് ചെയ്തു. തിരുമേനൊന്ന് ജീപ്പ് കയറി. അതിന് നോം എന്ത് കുറ്റം ചെയ്തു? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. അത് പോരല്ലോ സാറേ, ഇവിടെ വച്ചു തീരുമാനിക്കണം. ഇപ്പോൾ ഈ വസ്തു നമ്മളുടെയും സേട്ടന്റെയും പേരിലാണ്. മുനിസിപ്പാലിറ്റിയില് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എടോ കഴുവേളി അല്ല, കുഴിവേലി. എന്ത് വയ്യാവേലെങ്കിലും ആവട്ടെ, തനിക്ക് പരിശോധിക്കാം. കണ്ണിൽ കണ്ടവന്റെ കയ്യിൽ നിന്ന് കാശ് നക്കി മേടിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർമാരുടെ മെക്കിട്ട് കയറുന്നത് മോശമല്ലേ പോലീസുകാരാ? കേറിയ നീ എന്ത് ചെയ്യൂടാ? കേറാൻ നോക്കൂ. അടിച്ച് ദോശ പാർത്തല പോലെ ആക്കും. പോലീസുകാരോട് തോന്നിയ ദിവസം പറയുന്നോടാ. നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരിക്കാൻ കൊടുക്കുന്ന നമ്മളുടെ സേട്ടൻ എന്റെ അന്നു രാജ കമ്മത്ത് ഇവിടെ എത്താൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ നാട്ടുകാർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ പാലക്കാട് ജില്ലയിൽ കാൽ കുത്തിയതും അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഉണ്ടായി. വായിൽ കൈയിട്ട് കുത്തിയാൽ വെജിറ്റേറിയൻ ആണെങ്കിലും കടിക്കില്ലേ? നമ്മൾ ഒരു ചെറിയ കടി കടിച്ചു, അത്രേ ഉള്ളൂ. അരെ കോപ്പേ. ഇവരാരാണ്? അന്നു ഇവരെ തൊട്ട് നോക്കാൻ കൊടുത്തിട്ടില്ലല്ലേ? അത് തനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കൊടുത്തു? അന്നു തൊട്ടാൽ ഇവരിങ്ങനെ നേരെ നിൽക്കുമോ? സത്തുപോവില്ലേ? അരെ കോപ്പേ. ഓ, നമ്മളെ ആക്രമിക്കാൻ ഈ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് ആരാണെന്നാണ് പറഞ്ഞത്? ഒരു സുലൈമാൻ സാഹിബും കുഴുവേലിയും. ആ മാന്യന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദിയിലേക്ക് കടന്നു വരണം. അവർക്ക് ചികിത്സയ്ക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട്. ഓരോരുത്തരായി മുന്നോട്ട് വരൂ. ഇവിടെ വരാൻ കൊടുക്കണോ? വന്നെടുത്തിട്ട് പോടോ. ആരാണ് അയാൾ? കുളിവേലി. അവനാണ്. എന്റെ അടുത്തേക്ക് വരരുത്, പൊക്കോ. സാറേ, ആരെ? ഉദ്ഘാടനത്തിന് പോലീസുകാരന്മാരൊക്കെ ഉണ്ടല്ലോ. അങ്കൽ ഭാഗ്യ. പോലീസുകാരന്മാർ മാത്രമല്ല, മുനിസിപ്പാലിറ്റിക്കാരന്മാരുമുണ്ട്.
ഇത് ചെയർമാൻ, ഇത് സെക്രട്ടറി മഹാലക്ഷ്മി. സെക്രട്ടറി പേർ പോലെ തന്നെ മഹാലക്ഷ്മിയാണ്. പക്ഷെ മനസ്സ് കാളിയുടേതാണ്, ഭദ്രകാളി. നമ്മൾക്ക് എത്രയും പ്രിയപ്പെട്ട ഭദ്രകാളി സാർ, ഓ സെക്രട്ടറി സാർ, ലൈസൻസ് ഇല്ലാതെ ഹോട്ടൽ നടത്താൻ ഞങ്ങൾ വെറും പൊട്ടന്മാരല്ല. നിങ്ങൾ നമ്മൾക്ക് ലൈസൻസ് തരാൻ കൊടുത്തില്ല. അപ്പോൾ അതിനു മുകളിൽ കൗൺസിൽ ഉണ്ട്, അതിനു മുകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്, അതിനു മുകളിൽ കോടതിയുണ്ട്. കോടതി നിങ്ങൾക്ക് എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? ഈ കമ്മത്ത് കമ്മത്തി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളുടെ കടയിൽ ദോശ തിന്നാൻ കൊടുക്കാത്ത ഒരു മന്ത്രിയില്ല, ഒരു MLA ഇല്ല, ഒരു MP ഇല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ല. നമ്മൾ മന്ത്രിയെ കാണാൻ കൊടുത്തു, മന്ത്രി നമ്മൾക്ക് ലൈസൻസ് തരാൻ കൊടുത്തു. ഇതാണ് ഓർഡർ. കോപ്പി ഓഫീസിൽ അയച്ചിട്ടുണ്ട്. നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ, നല്ല രസമായിരിക്കും. നോക്കൂ, നല്ല പേപ്പർ റോസ്റ്റ് പോലത്തെ ഓർഡറാണ്. അന്നു മുഹൂർത്തം ജാവല്ലേ. എന്നാൽ നമ്മൾക്ക് ഉദ്ഘാടന ചടങ്ങ് ഉടനെ നടത്താം. അതെ, പൂട്ടിക്കാണ് മാർച്ച് ചെയ്യാനും വന്ന വലിയ വലിയ ആൾക്കാർമാർക്ക് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ് നല്ല സൂട് ദോശയും സമ്മന്തിയും തിന്നാൻ കൊടുക്കാം. നേരത്തെ കഴിച്ചിട്ട് പോവാം. പുരസ്കാരം നേരത്തെ തിന്നിട്ട് പോവൂ. സർ നിർത്ത്, ഉദ്ഘാടനം ചെയ്യാൻ വരട്ടെ. DYSP സാർ വരുന്നുണ്ട്, ഇത് പൂട്ടിക്കാൻ. നമസ്കാരം. കമ്മത്തന്മാർ ഇവിടെയും കട തുടങ്ങിയത് നന്നായി. തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം തന്റെ ദോശയുടെ രുചി ഞാൻ അറിഞ്ഞിട്ടില്ല. എടോ, ഇവരുടെ മസാല ദോശ എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും എന്ത് ജീവനാന്നറിയോ. എന്നാൽ പിന്നെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരന്മാരെ, നാട്ടുകാരികളെ, കമ്മത്തിന്റെ 33ാമത് കടയുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ തുടങ്ങാൻ കൊടുക്കുകയാണ്. കേരളത്തിലെ 1ാമത്തെ പ്രശസ്തനും പാവപ്പെട്ട ആൾക്കാർമാരുടെ പട്ടലവനും സുന്ദരനും ഇന്ത്യയുടെ അഭിമാനവുമായ ഭാവിയിലെ MLAയും മന്ത്രിയൊക്കെ ആകാൻ സാധ്യതയുള്ള എന്റെ അണ്ണു രാജരാജ കമ്മത്ത് എന്റെ അണ്ണു രാജരാജ കമ്മത്ത് നാടമൂർച്ച ഉദ്ഘാടനം ചെയ്യാൻ നിർവഹിക്കാൻ കൊടുക്കുകയായി. അടുക്കി അണ്ണു. അടുത്തതായി ദോശ സുട്ട ഉദ്ഘാടനമാണ്. നമ്മളുടെ അണിയനും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ പ്രശസ്തനും ഭാവിയിലെ അംബാനിയും ബുദ്ധിമാനും ജനപ്രിയനുമായ നമ്മളുടെ ഈ അണിജൻ ദേവരാജ കമ്മത്ത് ദോശ സുട്ട ഉദ്ഘാടനം ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അടുത്തതായി TT ഉദ്ഘാടനം. TT മത്സരത്തിൽ അഖിലേന്ത്യാ റെക്കോർഡ് തകർത്ത TT മത്തായിയുടെ മകൻ TT ജോർജ്, DYSP ജോർജ് സാറ് ദോശ തിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കൊടുക്കുന്നു. ഒരു മത്സരമില്ലെങ്കിൽ എന്ത് രസം. എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനുണ്ട്. നമസ്കാരം സാർ. നീ ആ കള്ളം പത്രോസ് അല്ലേ? അതെ. ഏയ്, നിന്നോട് മത്സരിക്കാൻ ഞാനില്ല. പോലീസിന് കള്ളനെ പേടിയാണെങ്കിൽ മത്സരിക്കണ്ട. നാണക്കേടാ സാറേ. മത്സരത്തിൽ കള്ളനുമില്ല, പോലീസുമില്ല. ഒരു സന്തോഷത്തിനുള്ള മത്സരം മതി, നല്ല രസമായിരിക്കും. കമ്മത്തെ, ഇനിയും ദോശ ഇടാൻ പറയും. ദോശ ചുടാൻ പൂർത്തി ദോശ ചുടാൻ പറയൂ. ദോശ ഇടാൻ പറയൂ. ദോശ ഇടാൻ പറയും. വേണ്ട, നമ്മൾ തന്നെ സുട്ടോളാം. ഒരു 10 ദോശ പോലീസ്, അതൊന്നും മതിയാവില്ലട്ടാ. ഒരു 10 ദോശ കള്ളൻ. വേഗം വേഗം തിന്നാൻ കൊടുക്കൂ. പത്ത് ദിവസം DYSP സാർ ലീഡിലാണ്. ഇത് കള്ളൻ പത്രോസ് കാട്ടി വെട്ടി 20 ദോശയുടെ ലീഡ്. 1-2 20 ദോശയുടെ ലീഡ്. പത്രോസ് വീണ്ടും ലീഡ് ചെയ്യുന്നു. നമ്മളുടെ കടയിലെ ദോശ മുഴുവൻ തീർന്നിട്ടോ. പത്രോസ് വെച്ചടിക്കാർക്കാണ് സാറേ നമ്മളുടെ DYSP സാർ പെരക്കിലാണ്. വേറെ പറയാൻ കൊടുക്കണം. വേണ്ടി വരില്ല, ഈ കള്ളൻ ജയിക്കും. ദോശ റെഡി. വെള്ളം ചോദിക്കാൻ പാടില്ല. അങ്ങനെ നമ്മളുടെ കള്ളൻ പത്രോസ് 5 ദോശക്ക് ജയിക്കാൻ കൊടുത്തിരിക്കുന്നു. മുതലാളി അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അമ്മയെ വീട്ടിലാക്കിയിട്ട് താൻ ഇങ്ങോട്ട് പോന്നോ? കാലത്താ കുറങ്ങ തനിക്ക് എന്താണ് ഇവിടെ കാര്യം? മുതലാളിമാരെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ അയച്ചത് അമ്മ തന്നെ. അതെ, വീട്ടിലെന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. മുതലാളി വണ്ടിയുടെ കീ देवा अम्मा खरकट पावली आमता आवले एक बारन जावनो अंगडी पोटी करनेविन एरकडेनो खाने केल्ला पुरो जायतनो
രാജാ ദേവ് ഖൈ ಅಂಗಡಿಯಿಂದ ಚಾಂಗ್ ತೆರಕದು ಓಪು ಊಟಿಕೋನೆ ತೋಲು കൊത്തമ്പരി സാമ്പാറാച്ചോ ചാങ് പൊറുമുളു. കമ്മത്തിന്റെ ദോശയുടെ രുചി പാൽക്കാട്ടുകാർക്ക് ഇഷ്ടമായി. നല്ല ജോർ കച്ചവടമാണ്. അടുത്ത കട കോയമ്പത്തൂർ. ഇത്യാരെ കഷ്ടകാൻ സമ്പാദിച്ചു കർത്താ. സമ്പാദിക്കാനല്ല, കമ്മത്തിന്റെ ഭക്ഷണത്തിന്റെ രുചി ലോകമാകമാനം അറിയണം. അതാണ് നമ്മളുടെ ഗുണം. രാജാ ആരോ ഒരുത്തൻ അപ്പുറത്തെ വീട്ടിന്റെ മതിലിരിക്കുന്നു. പല കള്ളന്മാരുമായിരിക്കും. അത് ആ മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീടാണ്. അഹങ്കാരി അനുഭവിക്കട്ടെ. ലഗ്ഗികർ കറാ ആപത്തേയില്ലാരി അമ്മിനെ വെച്ച് ഓങ്കാ തൂച്ചും ചോയ് സെല്ല്. അയാൾ മത്തിൽ പൊക്കി സാടി. നീ ഒച്ച വെക്ക്. ഒച്ച വെച്ചാൽ അവൻ രക്ഷപ്പെടും. എന്തൊരു ശബ്ദം? വീട്ടിൽ കല്ലെറിഞ്ഞു. ഞാൻ കുളിക്കാൻ പോകുമ്പോഴും ഒരുത്തരാ മതിലിന്റെ പൊക്കത്തുണ്ടായിരുന്നു. എന്നിട്ടെന്താ അപ്പ പറയാ? ഞാൻ വിചാരിച്ചെന്റെ കുളിസിയും കാണാൻ വന്നതായിരിക്കും. കള്ളന്മാർ വരണേ. തന്റെ തല ഈ കല്ല് കൊണ്ട് നമ്മൾ തള്ളി പൊട്ടിക്കും. നോക്കിക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ. അപ്പുറത്തെ വീട്ടിലെ കമ്മത്ത് ഞങ്ങളുടെ വീടിന് കല്ലെറിഞ്ഞു. അയാൾ ഈ പരിസരത്ത് എവിടെയുണ്ട്? പോയി നോക്കണോ. സാറേ, ഇയാളാണ് കള്ളൻ പത്രോസ്. ഇയാളാണ് വീടിന് കല്ലെറിയാൻ കൊടുത്തത്. ഇപ്പൊ അങ്ങനായോ? എന്റെ സാറേ, ഞാനല്ല, ഈ കമ്മത്ത് തന്നെയാണ് അറിഞ്ഞത്. കള്ളം പറഞ്ഞാൽ തന്റെ ബോൾ കാട്ടി നമ്മൾ സൗട്ടി പൊട്ടി. ഒന്നുമല്ല സാറേ, ഈ കമ്മത്ത് കല്ലെറിയത് ഞാൻ കണ്ടതാ. എങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഇവിടെ വരാൻ കൊടുത്തത്? അത് ഞാൻ കക്കാൻ കയറി. അത് ശരി. ഇയാളെ എന്തിനാണ് ജയിലിലിട്ടത്? അനധികൃതമായി മദ്യം വിറ്റതിന്റെ പേരിൽ അനിയനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാവരും ഉണ്ടല്ലോ, ഇരിക്കലൊക്കെ പിന്നെ മാറ്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. എന്താണ് സാർ പ്രശ്നം? ഡ്രൈഡേയിൽ നിങ്ങൾ ഇവിടെ മദ്യം സപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ? കോൺസ്റ്റബിൾ സെർച്ച്. വെങ്കട്പതി, ഇത് നമ്മളുടേതല്ല. പുറത്ത് നിന്ന് വന്ന കള്ളാണ്. അയ്യോ അല്ല സാർ, ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാ. ഇരട്ടി വിലയും കൊടുത്തു. കള്ളം പറയുന്നുണ്ട് കൽക്കൂടിയന്മാരെ. നടക്കണോ, നടക്കാം. ഇവിടെ കിടന്ന് ചീറ്റണ്ട, അതൊക്കെ കോടതി ബോധിപ്പിച്ചാൽ മതി. അത് ശരി, ഹോൾസെയിൽ ആണ്. ഇതെന്താണിത്? പോലീസുകാരന്മാരെ നമ്മളിവിടെ കൾവെൽമാൻ കൊടുത്തിട്ടില്ല. അനധികൃതമായി കള്ള് വിറ്റ കുറ്റത്തിന് ജൂനിയർ കമ്പത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാളുടെ പേരുള്ള ചാർജ് എന്താ? മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീട് ആക്രമിച്ച കേസ്. കൂട്ടുപ്രതി കള്ളം പത്രോസ്. നന്നായി. നാളെ പത്രക്കാർക്ക് ഒരു വാർത്തയിൽ കമ്മത്തുമാർ ഒരുമിച്ച് ഈ സെല്ലി കിടക്കട്ടെ. രാജശേഖര, ആ തൊണ്ടി മുതൽ ഒരിടത്ത് അകത്തോട്ട് വെച്ചേ. കമ്മത്തുമാരൊന്ന് ചവിട്ടി തിരുമണമെങ്കിൽ 2 എണ്ണം അകത്ത് ചെല്ലണം. എന്റെ മുതലാളിമാരുടെ ദേഹത്ത് ഒരു പോറല് വീണ നിന്റെ കുടുംബമടക്കം എല്ലാത്തിനും ചവിട്ടി കൊല്ലും ഞാൻ. ഗോപിക്കേ, മുകളിൽ ആകാശം താഴെ ഭൂമി. അതിന് സെൻട്രൽ ജയിലിലായാലും അങ്ങനെ തന്നെയാ. രാത്രി ഏകദേശം 10:30 മണിയോടുകൂടിയാണ് എന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആ സമയം കളവിന് കയറിയ കള്ളം പത്രോസിന്റെ മൊഴി നിർണായകമാണ്. എന്റെ വാർഡിലെ ഹോട്ടലിൽ തന്നെയാണ് ഈ അനധികൃത മദ്യവിൽപ്പന നടന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുകയാണ്. ഹോട്ടൽ വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് നിലയിൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത്? ഇത് ഞമ്മക്ക് അപമാനമാണ്. കമ്മത്തുമാരുടെ മറ്റു ഹോട്ടലുകളെല്ലാം പൂട്ടിക്കാനാണ് അസോസിയേഷൻ തീരുമാനം. എന്തേ? എന്താണോ കമ്മത്തന്മാരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം? സർ, ഇതാണ് ചാർജ് ഷീറ്റ്. കമ്മത്തെ, നമസ്കാരം. അവരെന്റെ റൂമിലേക്ക് ഉണ്ട്. സർ, ഒരു നമസ്കാരം കൂടി. എന്താടോ ഇതൊക്കെ? ഇതിനൊന്നും കൂട്ടു നിൽക്കാനാവില്ല എനിക്ക്. സർ, അങ്ങനെ പറയരുത്. നമ്മൾ കമ്മത്തുമാർ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരാണ്. നമ്മൾ കള്ളം പറയാറില്ല, കള്ള് കച്ചവടം നടത്താറില്ല. ഇത് സതിയാണ് സാറേ. നമ്മളുടെ ആൾക്കാർ ആരും മതിൽ പൊക്കി നോക്കാൻ കൊടുക്കാറില്ല. ആരോ കെണി നമ്മൾ അതിൽ പെടാൻ കൊടുത്തു. സത്യമായിരിക്കാം, പക്ഷെ തെളിവുകളൊക്കെ നിങ്ങൾക്കെതിരാണ്. ആ കള്ളം പത്രോസ് അവന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാൾ ഒരു കള്ള തിരുമാലിയാണ് സാർ. അയാളെ നോക്കി ഒന്ന് കണ്ണു ഉർട്ടിയാൽ മതി, സംഗതി പറയാൻ കൊടുക്കും. പുറത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കൊടുക്ക് സാറേ. അവ സത്യ പറയും.
നീ സത്യക്രിസ്ത്യാനിയല്ലേ? അല്ല, ഞാൻ കള്ളം പത്രോസാ. ഇതോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ എടാ നീ നരകത്തിൽ പോവും. നീ സത്യം പറ, സെക്രട്ടറിയുടെ വീടിന് ആരാ കല്ലെറിഞ്ഞ്? ഈ കമ്മത്ത് സാറ്. സാർ ഒരു ഡിവൈഎസ്പി നിങ്ങളെയാണോ കള്ളന്മാരെ ചോദ്യം ചെയ്യാൻ കൊടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ കള്ളന്മാർ സത്യം പറയില്ല. അതിന് വേറെ പണിയുണ്ട്. അയ്യോ, സത്യം പറയാൻ കൊടുക്കുന്നതാണ് തനിക്ക് നല്ലത്. അയ്യോ, ഇല്ലെങ്കിൽ തന്റെ തല പൊട്ടിച്ചിതറും. നോക്കി നിൽക്കുന്ന പൊട്ടിക്കണു അവിടെ ഒരു മൊട്ടയും തലയും. പൊട്ടിച്ചാൽ പിന്നെ തലയില്ല നടക്കണായിരിക്കും തന്റെ തലവിധി. ഞാനെല്ലാം പറഞ്ഞോളാം. ഇയാൾക്ക് വേണ്ടിയേക്കാൾ പേടി അടിയാണ്. അടിച്ച് കൊല്ലുന്നത് വേണ്ട. ഞാനെല്ലാം പറഞ്ഞോളാം. സാർ ഫോൺ എടുക്കും. ഫോൺ തരാൻ കൊടുക്കും. ഷൂട്ടിംഗ് ആണല്ലേ, ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? തത്ത പറയണ പോലെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു. തത്ത പറയുന്ന പോലെ പറയാൻ പറഞ്ഞു. നടന്നതെല്ലാം ഞാൻ പറയാം. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. കമ്മത്തുമാരുടെ ശ്രദ്ധയപ്പെടാൻ ഞാൻ 3-4 ദിവസമായിട്ട് സെക്രട്ടറിയുടെ വീടിന്റെ പരിസരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. സത്യം, ഇയാളൊരു ബുദ്ധിമാനായ കള്ളനാണ്. പറയാൻ കൊടുക്കടാ. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കാണിച്ച ഈ നീചമായ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. സോറി മാഡം, കേസ് മറ്റൊരു വഴിത്തിരിവിലെത്തി. ഇതാ കള്ളം പത്രോസിന്റെ യഥാർത്ഥ മൊഴി. ഞാനാണ് കല്ലെറിഞ്ഞത്. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. സത്യം. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കല്ലെറിഞ്ഞെന്ന്? ബഹുമാൻപ്പെട്ട കൗൺസിലറും ബഹുമാൻപ്പെട്ട സുലൈമാൻ സാഹിബും ഒന്ന് മുന്നോട്ട് വരാൻ കൊടുക്കണം. ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. ഇത് നമ്മളുടെ ഹോട്ടലിൽ 24 മണിക്കൂറും റെക്കോർഡ് ചെയ്യുന്ന CCTV ക്യാമറ കാഴ്ചകളാണ്. ഒന്ന് കാണാൻ കൊടുക്കൂ. ഇത് തെളിവല്ലേ? തെളിവ്. ഇത് പുറത്തെ ക്യാമറ. ഇനി അകത്തെ ക്യാമറ വേറെയുണ്ട്. അയാളെ കാര്യം പോലീസുകാരന്മാർ നോക്കിക്കോളും. പണി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വണക്കം. എന്റെ എത്രയും പ്രിയപ്പെട്ട ശ്രീ തനുഷ് അവർകളെ, പ്രിയപ്പെട്ട കോയമ്പത്തൂർക്കാരന്മാർ, ഈ കമ്മത്തിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ദോശ കടയുടെ ആരംഭിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ കൊടുക്കുന്നത്. നമ്മളുടെ ദോശയുടെ പരമാതമായ രുചി അറിയാത്ത മലയാളികളില്ല. ഈ രുചി നമ്മൾ തമിഴ്നാട്ടുകാർക്ക് കൂടെ കൊടുക്കുകയാണ്. നിങ്ങൾ നമ്മളുടെ 100 ദോശ തിന്നാൽ ഒരു ദോശ തിന്നാ മാതിരി. ரொம்ப സന്തോഷം. തമിഴാണ്, പക്ഷെ നമ്മൾ മലയാളത്തിലാണല്ലോ കേൾക്കാൻ കൊടുത്തത്. താൻ മലയാളിയായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. അതാണ്. ഒരു 2 വാക്ക് പറയാൻ നമ്മളുടെ സൂപ്പർ സ്റ്റാർ ധനുഷ് സാറിനെ ക്ഷണിക്കാൻ കൊടുക്കുന്നു. കേക്ക് നമ്മളുടെ പേര് പറഞ്ഞോളൂ, നല്ല രസമായിരിക്കും. ഒരു പോസ്റ്റ് എനിക്ക് കൊടുത്തോളൂ. സംസാരിക്കൂ. ദേവരാജ കമ്മത്ത്. எல்லாருக்கும் வணக்கம். போதும். உங்களை பார்த்ததில் எனக்கு ரொம்ப சந்தோஷமாக இருக்குது. இதுக்கு காரணமான கம்மத் பிரதர்ஸ்க்கும் கடவுளுக்கும் என்னுடைய நன்றி தெரிவிச்சுக்கிறேன். சொல்கிறேன். ஒரு மலையாளி தமிழ்நாட்டில் வந்து ஒரு ஹோட்டல் ஆரம்பிக்கிறதுங்கிறது ரொம்ப சந்தோஷமான ஒரு விஷயம். இப்போது பார்த்தீங்கன்னா நம்ம புரட்சி தலைவர், ஹீரோக்கெல்லாம் ஹீரோ எம்ஜிஆர் அவர்களும் ஒரு மலையாளி தான். அதே மாதிரி புனித உள்ளம் கொண்டவர், வில்லனுக்கெல்லாம் வில்லன் எம்என் நம்பியார் அவர்களும் ஒரு மலையாளி தான். ஏன் நம்மெல்லாம் பெருமையாக மார்த்தட்டிக்கிற நம்ம கமல் சார் கூட முதல்ல ஒரு மலையாள படத்தில் தான் நடித்தார். கம்மத் பிரதர்ஸோட ஹோட்டல் கேரளாவில் ரொம்ப ஃபேமஸான ஒரு தேவராஜ கம்மத். சொல்கிறேன். கம்மத் பிரதர்ஸோட ஹோட்டல் கேரளாவில் ரொம்ப ஃபேமஸான தலப்பாக்கட்டு பிரியாணி, திருநெல்வேலி அல்வா, ஏன் நாயர்கடை சாய் மாதிரி இந்த கம்மத் பிரதர்ஸோட தோசை கூட ஃபேமஸ் ஆகிடும்னு நினைக்கிறேன். ராஜராஜ கம்மத், தேவராஜ கம்மத், ஓகே. இவங்க 2 பேரும் சேர்ந்து ஆரம்பிச்சிருக்க இந்த ஹோட்டல் ரொம்ப சக்ஸஸ்ஃபுல்லாக வரணும்னு கடவுளை வேண்டிக்கிறேன். கம்மத் சார், எனக்கு ஒரு ஆசை, ஒரு மலையாள படத்தில் நடிக்கணும்னு.
யாராவது சினிமாவில் ஃப்ரெண்ட்ஸ் இருந்தா சொல்லுங்க. നമ്മൾക്ക് നോക്കിയാലോ? டைம் நல்லா இருக்கு, டைம் நல்லா இருக்கு. ஸோ ஹோட்டலை இனாഗ്രേറ്റ് பண்ணிடலாம்னு நினைக்கிறேன். സിസ്റ്റർ, ഇവിടെ നമ്മൾ കത്രിക കൊണ്ടല്ല ഉദ്ഘാടനം നടത്തുന്നത്. ഇവിടെ നമ്മൾ ഒരു ദോശ സുട്ടിട്ടാണ് ഉദ്ഘാടനം നടത്തുന്നത്. മൂർത്തി ദോശയുടെ സെറ്റപ്പ് കൊണ്ടുവരാൻ കൊടുക്കണോ? അന്നു രണ്ട് ചെറി ഇവിടെ, രണ്ട് ചെറി കണ്ണ് മാതിരി കൺവയ്ക്കാൻ കൊടുത്തു, കണ്ണ് മാതിരി. ആഹാ, ഇതാണ് നമ്മളുടെ ധനുഷ് സ്പെഷ്യൽ ദോശ. മെലിഞ്ചിരിക്കുന്നത് കൊണ്ടാണോ? അയ്യോ, അങ്ങനെ അല്ല. കണ്ടാൽ കണം കുറവായിരിക്കും, പക്ഷെ കളിച്ചാൽ നിങ്ങളുടെ മാതിരി നല്ല ജോറായിരിക്കും. പാട്ടെല്ലാം വരും. കൊൾബരി 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 ടീ. വര വര. ശരി, നോക്കി നോക്കി പോകൂ, ഉൾക്കൊള്ളാതെ. ശരി. നല്ല നെയ്റോസ് പോലെ ഒരാള്, ഉള്ളിൽ ലഡ്ഡു. നമ്മൾ പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതിലാണ് കൂടുതൽ പച്ചക്കറികൾ. ഒരു വെജിറ്റബിൾ സൂപ്പ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഗോപി മഞ്ചൂരി, 2 ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ്. ഇത്രയും മതി. നമ്മൾ ഡയറ്റിലാണ്. അല്ല, നിങ്ങൾ ഓർഡർ ചെയ്തില്ലല്ലോ. ഇവിടെ നല്ല പോത്ത്, ആട്, കോഴിയെല്ലാം കിട്ടും. ഞാനും വെജിറ്റേറിയനാ. പക്ഷെ പോത്തിറച്ചി തിന്നുന്ന ആൾക്കാർമാരുടെ ഒരു രീതിയുണ്ട് സംസാരത്തില്. ഓർഡർ ചെയ്തോളൂ, ഓർഡർ ചെയ്തോളൂ. എനിക്കൊരു കർഡ് റൈസ് മതി. അവര് വരേണ്ട സമയം കഴിഞ്ഞല്ല. ഇനി രണ്ടുപേരും കൂടി വല്ല ഹോട്ടലിൽ റൂം എടുത്തതാണോ? അതെ, ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ആളെ എന്റെ മുതലാളി, അറിയോ? ഓ, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കിടക്കൂല. അപ്പൊ പിന്നെ അവരെത്തി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെറുതെ ഒരു ഇഡ്ലി, കുറച്ച് സാമ്പാർ, കുറച്ച് സമ്മതിപ്പൊടി, അത് പോരെ. ഇത് ആരാണ് ഉണ്ടാക്കാൻ കൊടുത്തത്? അമ്മയല്ല, ഉറപ്പ്. ഇത്ര രുചിയില്ലാത്ത ആഹാരം അമ്മ ഉണ്ടാക്കാൻ കൊടുക്കില്ല. അയ്യേ, ഈ ചായ ഒരു തുള്ളി പോലും തിന്നാൻ പറ്റണില്ലല്ലോ. ഒരു രുചിയുമില്ല. ആ ഗോപി ആയിരിക്കും ഉണ്ടാക്കാൻ കൊടുത്തത്. അറേ ഗോപേ. അയ്യോ, എനിക്ക് തിന്നാൻ അറിയൂ, ഉണ്ടാക്കാൻ അറിയില്ല. ഒന്ന് ഞാൻ തർപ്പിച്ച് പറയാം, ഇത് ശത്രുരാജ്യത്ത് വന്ന ഭക്ഷണം. എന്ത്? ശത്രുരാജ്യത്ത് നിന്ന് വന്നതോ? താൻ എന്താണ് പറയാൻ കൊടുക്കുന്നത്? തനിക്ക് തലയ്ക്ക് ഓളമുണ്ടോ? നമ്മൾ നമ്മളുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ കൊടുത്തോളാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട. ആർ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലാന്ന്? ഇപ്പൊ സാറല്ലേ പറഞ്ഞേ? അത് അമ്മയെ ചൂടാക്കാൻ ഇടയ്ക്ക് ഒരു തമാശ കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ സിറിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. അത് ശരിയാ. ഇന്നലെ മുതലാളി ഒരു കോമഡി പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച ഇരിച്ചു. ഇനി ഒരാഴ്ച കൂടി കാലത്തെ കുറങ്ങ. തനിക്ക് പുറത്തു പോ. ചെറുപ്പം തൊട്ടേ അമ്മ അടുക്കളയെ കേട്ടിട്ടില്ല, അതുകൊണ്ട് പാചകത്തിൽ ഇത്തിരി പുറകോട്ടാ. വാചകത്തിൽ മുന്നോട്ടാണല്ലോ. അതിന് നിങ്ങൾ ചേട്ടൻ അനിയനും തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. കാലത്തെ കുറങ്ങ, താൻ ഇതുവരെ പോകാൻ കൊടുത്തില്ലേ ആൽബലാദി? തനിക്ക് ഫ്രീ കൊടുക്കുമ്പോൾ താൻ വാ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം പാചകം. നല്ല രസമായിരിക്കും. വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കൂ, നമുക്ക് തിരക്കുണ്ട്. വരട്ടെ. അറിയാം, സർവന്റ് അല്ലേ? സെർവന്റ് അല്ല, മാനേജർ. ഇവിടുത്തെ അടുക്കള മാനേജ് ചെയ്യുന്ന ഞാനാ. അടുക്കള മാനേജർ കൊള്ളാമല്ലോ. ഈ സാധനത്തിന് പാലക്കാട് എപ്പം കൂടെ കയറ്റി വിട്ടു? സാധനമല്ല, ശാന്ത, അതാ എന്റെ പേര്. 2 ദിവസം മുമ്പ് കേട്ടിവിട്ടതാ അമ്മയ്ക്കൊരു സഹായത്തിന്. അമ്മയെ നമ്മൾക്ക് പരിചയപ്പെടാൻ കൊടുത്തില്ല. നമ്മൾ രാജ കമ്മത്ത്. എവിടെയോ കണ്ട പരിചയം. പരിചയം കാണും. നമ്മൾ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ അവിടെയൊക്കെ നമ്മളെ പറ്റി നല്ല അഭിപ്രായമാണ്. വരൂ വരൂ. അല്ല, സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ കൊടുത്തില്ലല്ലോ. ഓഫീസിൽ എത്തുന്നേ. ഏത് ഓഫീസിലാണ്? ഇൻകം ടാക്സോ? അപ്പോൾ പേടിക്കണമല്ലോ. ശാന്ത, നീ പോയി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ. ഹോട്ടോ കൂളോ? എന്താ? അല്ല, ചായ വേണോ നാരങ്ങ വെള്ളം വേണോ? നല്ല സൂപ്പർ ആയിട്ട് ഒരു കാപ്പി മതി. ടിഫിൻ എന്താ ഉണ്ടാക്കണ്ടേ? അതിപ്പോ അല്ല, നിങ്ങൾ കിച്ചണിൽ നിന്ന് ഒന്ന് മാറി തന്നാൽ നമ്മൾ ചില കമ്മത്ത് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ കൊടുക്കാം. താല്പര്യമുണ്ടോ? പിന്നെന്താ? അപ്പോൾ മാനേജർ പറയാൻ കൊടുക്കൂ. എവിടെയാണ് കിച്ചൺ? ടിഫിൻ റെഡിയാണ്, വരാൻ കൊടുക്കൂ. ഇത്രയും പെട്ടെന്ന് ഇത്രയധികം വിഭവങ്ങളോ? സമ്മതിച്ചു. പാചകത്തിൽ നമ്മളൊരു സിംഹമാണെന്നാണ് കേരളക്കാർ പറയാൻ കൊടുക്കുന്നത്. സഹോദരി വരുമ്പോൾ ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കാൻ കൊടുത്താൽ നമ്മളാണെന്ന് പറയാൻ കൊടുക്കണ്ട. സെക്രട്ടറി മാഡം ആണെന്ന് പറഞ്ഞാൽ മതി. വെറുതെ ക്രെഡിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കാം.
രുചിയുണ്ട് അല്ലേ? ഇനി ഒരു സത്യം പറയട്ടെ, അത് ഉണ്ടാക്കിയ ആൾ നമ്മളാണ്. നമ്മൾ ആരാണെന്ന് മനസ്സിലായോ? നമ്മളാണ് രാജരാജ കമ്മത്ത്. ആ അങ്ങനെയൊന്നും പറഞ്ഞ രേഖമുഖം മനസ്സിലാവില്ല. ഇങ്ങനെയാണ് മാഡം പറഞ്ഞ SP കമ്മത്ത്. SP കമ്മത്തോ? അതാരാണ്? അതറിയില്ലേ? ഇപ്പൊ നാട്ടിലെല്ലാരും മുതലാളിനെ SP കമ്മത്ത് വിളിക്കുന്നത്. സ്വയം പൊങ്ങി കമ്മത്ത്. ഓഹോ, നമ്മളെ പറ്റി മറ്റാരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ പറയും. അതിലെന്താണ് തെറ്റ്? ഇനി അതിനെ നിങ്ങൾ സ്വയം പൊങ്ങി കമ്മത്ത് എന്ന് വിളിച്ചാൽ നമ്മൾക്ക് ഒരു പരിഭവവുമില്ല, ഒരു പരാതിയുമില്ല. കുട്ടി കളിച്ചോളൂ. ഒരു ദോശ എടുത്ത് കുറച്ച് ചമ്മന്തി കുറച്ച് ചട്നി എടുത്ത് ഉരുട്ടി 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 കളിച്ചോളൂ. നല്ല രസമായിരിക്കും. അരെ ഗോപേ, അരെ ഗോപി, എന്താണ്? ആരാണ്? അല്ല, ഒരുത്തര ഗേറ്റിന്റെ അവിടെ പതുങ്ങിയേക്കണേ. ചോദിച്ചപ്പോ ഹിന്ദിയിൽ എന്തോ പറഞ്ഞു, ഓടിക്കളഞ്ഞു. പക്ഷെ ഒരു വശപ്പശക്ക് ലുക്ക്. പിള്ളേരാകെ പേടിച്ചിരിക്കുക. നിങ്ങൾക്ക് പേടിക്കാൻ കൊടുക്കണ്ട. ഇതിപ്പോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നമ്മൾക്ക് സിറ്റിയിൽ കടയുണ്ട്, താമസ സൗകര്യമുണ്ട്. പക്ഷെ ഇവരെ ഇന്നിപ്പോൾ ഇവിടെ തനിച്ചാക്കിയിട്ട് നമ്മൾ പോകുന്നത് ശരിയാണോ? ഒട്ടും ശരിയല്ല. അവിടെ ഒരു മുറിയുണ്ട്. അസൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അന്നാ മുതലാളി അവിടെ കിടന്നു. കോവിച്ചേട്ടൻ എന്റെ റൂമിൽ കിടന്നോ? ഓ, അപ്പൊ നീയോ? ഞാൻ അമ്മയുടെ റൂമിൽ കിടന്നോളാം. എന്നാ പിന്നെ ഞാൻ വണ്ടി കിടന്നു. മുതലാളി, എന്നെയും കൂടി ഒന്നങ്ങോട്ട് ചവിട്ടി തുറമിക്കോ. ചവിട്ടിക്കൊല്ലും നമ്മൾ. ഇത് കണ്ടോ? ശരീരം മുഴുവൻ സാധാരണ പാട്ടുകളാണ്. തന്റെ ഒടുക്കത്ത ഇടി കാരണം ഒരു മാസമെങ്കിലും സൗട്ടി തീർമണം. എന്നാലേ ഈ സാധാരണ പാട്ടുകൾ മാറും. പാവം ദേഹാദുഃഖി മക്ക പ്രശ്നം മക്ക മറലാൻ മോൻ ഓർത്ത് കുറച്ച് വളരെ ദുഃഖിത. ആള് കോണമെണ്ണ കുന്ത് ബലാൻ മറലേനെ എല്ലാരും മാറു കസിലോല അവസරු ഇത്യാക്കെല്ലോ തുവേ മനപൂർവ്വം നേന്നു മക്കകൾ തൻവേ തീ മുനിസിപ്പൽ സെക്രട്ടറി വക്കാലത്തേക്ക് അവനു അന്നത്തോൾ മോനു കൊലാത്തിൽ അക്കണോത്തോ കൊല്ലക്കൊലക്കത്ത് മക്കൾ കൊത്തലാകുത്തി. എന്താണ് തന്റെ തലക്ക് പ്രാൺ പിടിച്ചോ? എന്റെ ഭാഷയുടെ ഇത് ഒന്നും മനസ്സിലായില്ല. ഇതാണ് ചെറുപ്പം മുതലേ നിങ്ങൾ ചേട്ടനെ കൂടി എന്തെങ്കിലും പറയുമ്പോ അക്കണോത്തോ കൊൽസോ എന്ന് പറയുമ്പോ എന്റെ അവസ്ഥ മനസ്സിലാൻ പോടോ കഴുതക്കുറങ്ങ. ഇത് നമ്മൾ അണിയനും സേട്ടനും തമ്മിലുള്ള കാര്യമാണ്. ഇതിൽ താൻ തലയിടാൻ കൊടുക്കണ്ട. വെറുതെ സൗട്ട് കൊണ്ട് സാകട്ടെ കേട്ടോ. പക്ഷെ അനിയന്റെ കരുത്തറിഞ്ഞ് ഞാനാണല്ലോ. തിന്നണത് പച്ചക്കറി ആയാലും കൂടം കൊണ്ട് അടിച്ച വേദനയാ. അറേ ബാബ, താനാണ് ആ പെണ്ണിന്റെ പുറകെ നടന്ന കൊലയാളിയെന്ന് നമ്മൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കൊടുക്കണില്ല. അന്നും നമ്മൾ കൊലയാളിയല്ല, നമ്മൾ പെർക്കെ പോയി എന്നുള്ള നേരാണ്. പക്ഷെ ഒരു പെണ്ണിനെ അറിയില്ലേ ഒരാൾ പുറകെ നടക്കുമ്പോൾ കൊല്ലാനാണോ പ്രേമം കൊടുക്കാനാണോ എന്ന്. നമ്മൾ ഒരു പെണ്ണിന്റെ പുറകെ നടക്കാൻ കൊടുക്കുന്നത് ഇതും കൂടി കൂട്ടിട്ട് ആദ്യമായിട്ടാ. എന്താ സത്യ? ഈ ലോകത്ത് വേറെ എത്രയോ പെൺകുട്ടികൾ ഉണ്ട്. എന്തുകൊണ്ട് താൻ അവളെ മാത്രം സ്നേഹം കൊടുത്തു? അതാണ് നമ്മൾക്ക് ആശ്ചര്യം. അന്നു ഈ ലോകത്ത് എത്രയോ സ്വപ്നസുന്ദരമായ കൊട്ടാരങ്ങൾ നമുക്ക് കാണാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി താജ്മഹൽ എങ്ങനെ അത്ഭുതമായി പറയാൻ കൊടുക്കണോ? എനിക്ക് മനസ്സിലായില്ലെന്നേ. അരെ ഗോപി, ഈ ലോകത്ത് എത്ര തരം ഇറച്ചികളുണ്ട്. പക്ഷെ പോത്തിറച്ചിയുടെ രുചി മാത്രം ഗോപിക്ക് എങ്ങനെ ഇഷ്ടായി? ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ആ കാറ് പോത്തിനറിയില്ലല്ലോ. അന്നു അതുപോലെ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ കടയിൽ വരാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അവളെ മാത്രം ഛർദിച്ചു? താൻ വെറുതെ സൗട്ട് കൊണ്ട് സാകും കോപ്പി. അന്നു എന്തുകൊണ്ട് നമ്മൾ അവളെ മാത്രം സ്പെഷ്യലായി നോട്ട് ചെയ്തു? എന്തുകൊണ്ട് പറയൂ. സംഗൻ God bless you. So beautiful. ഒരു നിമിഷം നമ്മളൊരു കാര്യം ആലോചിച്ചു. ആ കുട്ടി നമ്മളായിരുന്നെങ്കിൽ ഒരു ഉമ്മ കിട്ടിയേനെ. എന്താണോ ഇത്? കൊടുക്കൂ. നമ്മൾക്ക് ആദ്യം കിട്ടിയ ഉമ്മ ഇനി നമ്മൾ വിടാൻ കൊടുക്കില്ല.
മുതലാളിയാണല്ലേ. இந்த சண்டை நீங்க பார்த்தாச்சா? ஏன் அந்த குண்டாவை நீங்க பாத்தீங்களா? புருஷனும் பொண்டாட்டி இந்த மாதிரியா? கிளம்ப கிளம்ப. നമ്മളെ പോലെ ഊമ പോലെ കാണിക്കാൻ കൊടുത്തിട്ട് രക്ഷപ്പെട്ടല്ലേ കള്ളി. ഐഡിയ തരാൻ കൊടുത്തതിന് ഒരു താങ്ക്സ് കൊടുക്കൂ. അങ്ങനെ പറയാതെ പോവാൻ കൊടുക്കല്ലേ. നാണും പറ. നമുക്ക് പോണ വഴി ഞാൻ കയറാൻ കൊടുത്തിട്ടല്ല. നമ്മൾ ലവ് ടാക്സിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വരാൻ കൊടുത്തതാണ്. മര്യാദയ്ക്ക് ബിസിനസ് ചെയ്ത് ജീവിക്കാൻ കൊടുത്തു നമ്മളെ. ഇടിച്ചു വീഴ്ത്തി ഒരു പെൺകുട്ടി ഒരു ഉമ്മ തന്നു. അതിന് നമ്മൾ സർവീസ് ടാക്സ് കൊടുക്കണമോ? ഇനി ആ ഉമ്മ നമ്മൾക്ക് വെറുതെ വേണം വേണമെന്ന് തോന്നാൻ കൊടുത്താൽ ആ ടാക്സിന് ഇൻട്രസ്റ്റ് കാണില്ലേ? മനസ്സിൽ ഒരുപാട് സ്നേഹം വളരാൻ കൊടുത്തു. അത് ഒരുപാട് 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 പഠന പന്തലിച്ച് വലിയ ഒരു മുല്ലപ്പന്തൽ മാതിരി അവൻ കൊടുത്തു. അതിന് നമ്മൾ എത്ര ലവ് ഗ്രോത്ത് ടാക്സ് അടയ്ക്കാൻ കൊടുക്കണം? നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമായി. വീട്ടിൽ കല്യാണം ആലോചിക്കാൻ കൊടുക്കട്ടെ. അതിന് നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ ടാക്സ് അടയ്ക്കാൻ കൊടുക്കണം? എക്സ്ക്യൂസ് മീ, മേ I help you? നോ 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 നോ. നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഈ കുട്ടിയാണ്. നമ്മളുടെ ചോദ്യങ്ങൾക്കൊന്നും ഈ കുട്ടി മറുപടി പറയാൻ കൊടുക്കുന്നില്ല. എന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ആ ഫയലിംഗ് ഇതാ. ഈ കുട്ടിക്കല്ലാതെ നമ്മൾ ഈ ഫയൽ മറ്റാർക്കും കാണിക്കാൻ കൊടുക്കില്ല. നമ്മളുടെ കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞാൽ മതി. ആ കുട്ടി സംസാരിക്കലോ? നമ്മൾ സംസാരിപ്പിക്കും. അറ്റൻഡർ, இந்த ആളെ പിടിച്ച് വെളിയിൽ തള്ളുക. നമ്മളെ ആരും തള്ളാൻ കൊടുക്കണ്ട. പോവാൻ നമ്മൾക്കറിയാം. ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഓ, അങ്ങനെ പലതവണ നമ്മൾ ശ്രമിച്ചിട്ടും അവൾ നമ്മൾക്ക് ഒരു മൈൻഡ് ചെയ്യാൻ കൊടുത്തില്ല. നമ്മളുടെ ലുക്കും സ്റ്റൈലും ഒരു പളഞ്ചനാണെന്ന് നമ്മൾക്ക് തന്നെ തോന്നി. നമ്മളെ അത് മാറ്റാൻ കൊടുത്തു. നമ്മളെ ആളൊരു സത്തു പയ്യനായി. ഒരു തവണ കൂടി ശ്രമം നടത്താമെന്ന് കരുതി വന്നപ്പോഴാണ് അണ്ണു നമ്മളെ കണ്ടത്. നമ്മൾക്ക് എന്തിനാണ് പെണ്ണ് പെൺകൊടി? നമ്മൾക്ക് താനും തനിക്ക് നമ്മളും അത് പോരെ. അന്നു നമ്മൾ പ്രദേശത്തല്ലേ, നമ്മൾക്ക് പരമ്പരയൊക്കെ വേണ്ടേ? തൂ കയറി തെളിയിച്ചോന്ന് സാങ്ദേവാ. കുട്ടികൾ വേണ്ടേ? അന്നൂന്ന് കുട്ടികൾ ഉണ്ടാവാൻ കൊടുക്കാൻ ബാറിയില്ല. നമ്മൾ കൂടി ട്രൈ ചെയ്തില്ലെങ്കിൽ മരിക്കുമ്പോൾ നമ്മൾക്ക് കർമ്മ ചെയ്യാൻ ആരുണ്ടാകും? ഞാനുണ്ടാവും. അതിന് താൻ ഉണ്ടായിട്ടുണ്ടേ. അതിനു മുമ്പ് തന്നെ ആരെങ്കിലും തള്ളിക്കൊള്ളില്ല അൽബലാതി. ആരെങ്കിലുമല്ല, നമ്മൾ തന്നെ ഇവിടെ തള്ളിക്കൊള്ളും. നമ്മളുടെ സെന്റിമെന്റ്സിനിടയില അവന്റെ ഒരു മാതിരി കോമഡി. അന്നു നമ്മൾക്ക് അവളെ വേണം. തനിക്ക് ആ പെൺകുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പോയി ആ സെക്രട്ടറിയുടെ കാൽ പിടിക്കും. കാൽ പിടിക്കാനോ? വേണ്ട വേണ്ട. അന്നുന്റെ അഭിമാനമാണ് നമ്മൾക്ക് വലുത്. അന്നു ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തൊട്ട് നമ്മൾക്ക് ആ കുട്ടിയോട് ഇഷ്ടമില്ല. നമ്മളെല്ലാം മറക്കാൻ കൊടുത്തു. തന്റെ മനസ്സിന് വേദന കൊടുത്തിട്ട് നമ്മളുടെ അഭിമാനം കാക്കേണ്ട കാര്യമില്ല. നമ്മൾ പോയി അവരുടെ കാൽ പിടിക്കും. വേണ്ട അന്നു. താനാണ് നമ്മൾക്ക് ഏറ്റവും വലുത്. തന്റെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ പോയി പിടിക്കും. വേണ്ടെന്നു. നമ്മൾ പോകും. വേണ്ടെന്നു. പോകും. നിർത്ത്. ഇപ്പൊ എന്താ പ്രശ്നം? കുട്ടികൾ വേണം, പരമ്പര നിലനിൽക്കണം, സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടവർ, അത്രയല്ലേ ഉള്ളൂ. ഒരുപാട് നാളായി ഞാൻ നിങ്ങളുടെ ഉപ്പും ചോർന്നും ജീവിക്കുന്നത്. അതിനുള്ള നന്ദി എനിക്ക് കാണിക്കണം. ഈ പറയുന്ന പെൺകുട്ടിയെ ഞാൻ കെട്ടിക്കോളാം. എന്താ ഗോപിയേട്ടാ? പെണ്ണ് കാണാൻ വന്നതാ. എനിക്കറിയായിരുന്നു ഗോപിയേട്ടൻ വരുമെന്ന്. ഞാൻ ഒരുങ്ങിട്ട് വരാം. അയ്യേ, ഇതെന്താ ഇതൊക്കെ? ഇത് ഫ്രൂട്ട്സ്. മനസ്സിലായില്ല. അല്ല, ഇതിലിപ്പോ ഏത് ഫ്രൂട്ട്സ് ആണ്? എന്താടോ ഇവിടെ? ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ലേ. ഞങ്ങളോ? ആ, മുതലാളിക്ക് പെണ്ണ് കാണാനേ. ആരെ? എന്നെയോ? നമ്മൾ തന്റെ സഹോദരിയുടെ കല്യാണം ഓർപ്പിക്കാൻ വന്നതാണ്. നമ്മളുടെ അനിയന് വേണ്ടി. ഇതൊന്നും നമ്മൾ കമ്മത്മാരുടെ ആചാരമല്ല, മര്യാദയുമല്ല. ഒരു കോയമ്പത്തൂർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതൊക്കെ എടുത്ത് സ്ഥലം വിട്ടോണം. അതിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ മോളെ? അമ്മ വിഷമിക്കാൻ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇന്നലെ നമ്മളും സെക്രട്ടറി സാറുമായി ചെറുതായിട്ടൊന്നു മുതലാളി ഞാൻ ഇടപെടണം. നമ്മൾ കമ്മത്മാർ സ്ത്രീകളെ വളരെ അധികം ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ
നമ്മളുടെ അണിയനെ അൽബലാദി എന്ന് വിളിച്ച നാക്ക് നമ്മൾ അറിഞ്ഞ് സാമ്പാറിലിടാൻ കൊടുത്തു. ഭീഷണിപ്പെടുത്താണോ? വെറുതെ അല്ലടോ തന്റെ ഭാര്യ ഡിവോഴ്സ് വാങ്ങി സ്ഥലം വിട്ടത്. തനിക്ക് അസൂയാണ്, കുസുമ്പ്. നേരത്തിന് കല്യാണം കഴിക്കാത്തതിലുള്ള വിമ്മിഷ്ടമാണ്. മര്യാദയ്ക്ക് സംസാരിക്കണം. തനിക്ക് എന്ത് മര്യാദ? ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം. നമ്മളുടെ അനിയൻ ഇവൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവളെ കെട്ടിയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കെട്ടിക്കും. താൻ നോക്കിക്കോ. അതൊരിക്കലും നടക്കാൻ പോണില്ല. ഒരിക്കലും നടക്കില്ല. പക്ഷെ ഒരു മാസത്തിനുള്ളിൽ നടക്കും, 30 ദിവസത്തിനുള്ളിൽ നടക്കും. നമ്മൾ നടത്തും. വരട്ടെ മുനിസിപ്പാലിറ്റി മാഡം. അണ്ണു, എന്താണ് മണ്ടത്തര മണി പറയാൻ കൊടുക്കുന്നത്? ഇപ്പൊ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വെറും 30 ദിവസം കൊണ്ട് കല്യാണം കഴിക്കാൻ കൊടുക്കാൻ പറ്റുമോ? നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ പറ്റി വളരെ വളരെ മോശമായി സംസാരിച്ചപ്പോൾ നമ്മളുടെ നിയന്ത്രണം പോയി. താൻ നമ്മളെ തോൽപ്പിക്കാൻ കൊടുക്കരുത്. തന്റെ കയ്യിലാണ് ഇപ്പോൾ നമ്മളുടെ അഭിമാനം. നമ്മളുടെ കയ്യിലോ? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? താൻ അവളെ പ്രേമിക്കാൻ കൊടുക്കണം. അന്നു നമ്മൾ അവളെ കണ്ടപ്പോൾ മുതൽ പ്രേമിക്കാൻ കൊടുത്തോണ്ടിരിക്കല്ലേ? ബൈക്കിൽ മാള പൊട്ടിക്കാൻ പറഞ്ഞ കള്ളന്മാർ പോലെയല്ല പ്രേമിക്കാൻ കൊടുക്കണം. അത് ശരി. ഒരാൾ പിന്നാലെ വരുമ്പോൾ മുന്നാലെ പോണ പെൺകുട്ടിക്ക് മനസ്സിൽ പത്ക്കെ പ്രണയം വിടർന്നു. അതെങ്ങനെ മുതലാളി? അത് താൻ അറിയണ്ട. താൻ മാറി നിൽക്കുക. ചായ കൊണ്ടുപോയി സുട്ടി തന്നെ കുടിച്ചോ. കൊണ്ടുപോയി പുഴുങ്ങി തിന്നടോ. പറയാൻ കൊടുക്ക. നമ്മളുടെ ഹോട്ടലിൽ ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വന്നവർ പിന്നെയും അവിടെ വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആൾക്കാർമാരുടെ മനസ്സറിഞ്ഞ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ രുചി അറിഞ്ഞ് ഓരോന്ന് ഇട്ടുകൊടുക്കണം. അതാണ് പ്രണയം. അതെ, സ്ത്രീ വിഷയത്തില് മുതലാളി ഒരു പൂവൻകോഴിയാണ്. അത് തനിക്ക് എങ്ങനെ അറിയാം? അറിയാത്ത കാര്യങ്ങൾ തലയിട്ടടുത്ത് തന്റെ തല കൊണ്ടുപോ. അന്നു ഈ രുചി അറിഞ്ഞ് പ്രേമം വിളമ്പുന്നത് എങ്ങനെ? താനൊരു പാട്ട് പാടണം. അത് പാട്ട് പാടാനോ? നമ്മളോ? ഏതോ പ്രണയത്തിനും പാട്ടിനും ഭയങ്കര ബന്ധമാണ്. താനൊരു പാട്ട് പാടണം. നമ്മൾക്ക് പാട്ട് പാടാൻ അറിയില്ല. പാട്ട് പാടാൻ നമ്മൾ പഠിപ്പിക്കാൻ കൊടുക്കാമോ? നമ്മൾ പറയുന്നത് പോലെ താൻ പറഞ്ഞാൽ മതി. അത് പാട്ടാണ്. അരെ ഗോപി, താൻ ഒരു ഹാർമോണി പിടിച്ച കുറച്ച് ഗിത്താർ, ഇത്തിരി ഒരു 5-6 തബല കൂടെ. എന്തിനാ അവിയൽ ഉണ്ടാക്കാൻ? അല്ലടോ കഴുത കുറങ്ങ. അവളെ വളയ്ക്കാനാണ്, വളയ്ക്കാൻ. Tugel maglan tu bovlela ku kopna gadu Avu ka joyle bage kopna gadu എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ട്. ബോധമില്ലാത്ത കഴുത കേറി പോടോ താൻ. അന്നു ഇത് കൊങ്കിണിയല്ലേ, മലയാളമല്ലേ, അവൾക്ക് മനസ്സിലാക്കാൻ കൊടുക്കൂ. അതിന് താൻ ഒരു കാര്യം ചെയ്യും. ഇത് തന്റെ മലയാളത്തിൽ പാടിയാൽ മതി. ഒരു കേൾക്കണോ നല്ല രസമായിരിക്കും. നമ്മൾ പിന്നാലെ നടന്ന് പാടാൻ കൊടുത്താൽ അവൾ പെണ്ണില്ലേ? പിന്നാലെ നടന്നാൽ പെണ്ണരുത് എന്ന് പാടാൻ കൊടുക്കണം. എങ്ങനെ? അത് നമ്മൾ പാടാൻ കൊടുക്കാം. നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങൾ എണ്ണി കടക്കണ്ണാളെ എറിഞ്ഞതിൽ പിണങ്ങൾ എണ്ണി കൊച്ചുമുതലാളി, എന്തായാലും അവളുടെ കർണക്കുറ്റി നോക്കി തിരിച്ചൊരടി കൊടുക്കാൻ മോശമായി. എടോ കേട്ടിട്ടില്ലേ, നാറി മർദ്ദനം പാപം. അമ്മ നാറിയാണ്, സഹോദരി നാറിയാണ്, ഭാര്യ നാറിയാണ്, കാമുകി നാറിയാണ്. പെണ്ണുങ്ങളെല്ലാം നാറികളാണ്. ഇതെനിക്കറിയില്ലായിരുന്നിട്ടാ പെണ്ണുങ്ങളൊക്കെ നാറികളാണെന്ന്. ആ നാറി അല്ലടോ, നാറി. പിന്നെ നാരികൾ, സ്ത്രീകൾ. എത്രയോ തിരിച്ചടികൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റു വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അടിയും അങ്ങനെ കണ്ടാൽ മതി. തനിക്ക് ശരിക്ക് വേദനിച്ചോ? പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു. ഒരു തരം നല്ല സുഖമുള്ള വേദന. വേദനയ്ക്ക് സുഖോ? ഇത്രയൊക്കെ അടി കൊണ്ടിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലോ സുഖം. അങ്ങനെ ഒരു വേദനയുണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. അന്നു ഈ ഒരു അടിയുടെ കുറ്റബോധം അവളെ വേട്ടയാടാൻ തുടങ്ങും. പതുക്കെ പതുക്കെ അതൊരു പ്രണയമായി മാറാൻ കൊടുക്കും. ഇനി പതുക്കെ പോകാനൊന്നും നേരമില്ല. നമ്മൾ പറഞ്ഞ കാലാവധി ഇന്ന് തീരും. നമ്മൾക്കൊരു എക്സ്റ്റൻഷൻ ചോദിക്കാൻ കൊടുത്താലോ? ഒരു 15 ദിവസം കൂടി. 15 ദിവസമല്ല, 15 മാസം കൊടുത്താലും ഇത് നടക്കാൻ പോകുന്നില്ല. നാറി വിഷയത്തിൽ താൻ വളരെ വളരെ പുറകിലാണ്. നമ്മൾക്ക് മറക്കാൻ പറ്റണില്ല. എന്നാ പിന്നെ ഒരു മാർഗമുണ്ട്. എന്താണ് മാർഗം? ഇനി ആ മാർഗം പറഞ്ഞ മുതലാളിമാരെന്നെ തടയോ? തടയില്ല, പറയാൻ കൊടുക്കണോ? അമ്മയാണ് സത്യം. തന്റെ അമ്മയാണ് സത്യം. എന്നാ പിന്നെ ഞാൻ അവളെ പോയി ഇങ്ങോട്ട് പൊക്കിയെടുത്തു. പെൺഭൂതം പറഞ്ഞിട്ടോ. മിച്ചു വെങ്കട്പതി, ഈ മാരണം എന്താണ് ഇങ്ങോട്ട് പറഞ്ഞത്? വരൂ വരാൻ കൊടുക്കണം. ഇരിക്കാൻ കൊടുക്കൂ. പാട്ട് പാടി പുറകെ നടന്ന അവള് മൂക്കും കുത്തി വീഴുന്ന ആരുടെ മണ്ടയിൽ ഉദിച്ച ബുദ്ധിയാ? സേട്ടന്റെ. ഓ, ഗാനരചനയും സംഗീത സംവിധാനവും ഒക്കെ നിർവഹിക്കാൻ കൊടുത്തത് സേട്ടനാണ്. പാട്ട് കൊള്ളാം, താങ്ക്സ് ഉണ്ട്. പക്ഷേ സിറ്റുവേഷൻ ഏറ്റില്ല.
നമ്മൾക്ക് ആനന്ദ ഭൈരവിൽ ഒരു പിടിപ്പിച്ചാലോ ദേവ, നല്ല രസമായിരിക്കും. ഇനി എങ്ങും പിടിക്കാനും കൊടുക്കാനും നമ്മളില്ല. അതെ, കുടിക്കാനായിട്ട് ചായ എടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ വട്ടുണ്ടോ? എന്നാ പിന്നെ കാപ്പി എടുക്കാം. മാഡം ചൂടായിരിക്കുന്നത് കണ്ടില്ലേ? തണുത്തത് എന്തെങ്കിലും കൊടുക്കണോ? എന്നാ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് അത് തന്റെ തലയിൽ വെച്ചാൽ മതി, ബുദ്ധി വരും. മാഡം പറയാൻ കൊടുക്കും. 30 ദിവസം കൊണ്ട് കല്യാണം നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ട് എന്തായി? ഇയാളെ ഇഷ്ടം നടന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വെല്ലുവിളിച്ചു പോയതാണ്. നമ്മൾ തോറ്റു, നിങ്ങൾ ജയിച്ചു, സമ്മതിച്ചു. ഒരു കോംപ്രമൈസ് ആക്കിയിട്ട് അവരെ നമ്മൾക്ക് തരാൻ കൊടുത്തൂടെ? നോ പറയരുത്, അത്രയ്ക്ക് ഇഷ്ടമായി പോയതുകൊണ്ടാണ്. ആർക്ക്? ഇയാൾക്ക് വാസി വൈരാഗ്യം മറന്ന് ഈ കല്യാണം നടത്താൻ കൊടുത്തുകൂടെ? ഇയാൾ ആ കുട്ടിയെ പൊണ്ണു പോലെ നോക്കും. ഇനി സ്വത്ത് പോരെങ്കിൽ നമ്മളുടെ സ്വത്ത് കൂടെ കൊടുക്കാം. ആ കുട്ടി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അത് ഉറപ്പാണ്. രേഖ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടി അല്ല. പെൺകുട്ടിയല്ലേ? ഞാനത് എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും? അതെ, കൊങ്ങിണി പറഞ്ഞവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. കൊങ്ങിണി അറിയോ? ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നമ്മൾക്ക് അറിഞ്ഞിടത്തോളം മതി. ആ കുട്ടി ഏതാ ജാതി എന്നറിയോ? ജാതിയിൽ നമ്മളെക്കാൾ താഴെയാണെങ്കിലും ഹിന്ദു അല്ലേ, അത് മതി. ആ കുട്ടി ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയാണ്. എനിക്കൊരു സഹോദരൻ മാത്രമേ ഉള്ളൂ കൂടപ്പുറപ്പായിട്ട്. അവളെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ സഹോദരനെ കുറിച്ച് അറിയണം. ഞാനിവിടെ എത്തി. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം സാർ, ഞാനിവിടെ എത്തി. സാറെന്ത് ഇവിടെ കിടന്ന് തുടങ്ങാൻ പാടില്ല, നല്ല പാർട്ടിയാ സാറേ. ഞാൻ ഇന്നലെ പറഞ്ഞ ആളെ ഇപ്പൊ TV കാണാം. സാറ് വാ, സാറെന്താണ് ആക്രി കച്ചവടം വരെ തുടങ്ങി ഇരുമ്പെല്ലാം കൂട്ടിയിട്ട്? എവിടെ സാറാ TV ഒന്ന് കാണിച്ചത്. ചേച്ചി, ചേച്ചി അല്ല ലക്ഷ്മി ഒന്ന് വിളിച്ചേ. മോളെ ആ TV നോക്കിയേ. ഇനി ചെറുക്കനെ കണ്ടില്ല എന്നുള്ള പരാതി പറയരുത്. ഇത് മാറ്റി ആ മനോരമ ചാനലൊന്ന് വെച്ചേ. പിന്നെ നേരത്തെ പറയണ്ടേ? ഞാൻ പറഞ്ഞ പയ്യൻ ഇപ്പൊ TV വരും. കോളേജിലെ പ്രോഗ്രാമിന്റെ ജഡ്ജാ, ലെക്ചറർ അല്ലേ ആ നീലവരേഷ്. അവന്റെ ശ്രദ്ധ മുഴുവൻ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയിലായിരുന്നു. എങ്ങനെയുണ്ട് പയ്യൻ? ഞാൻ കണ്ടില്ല. സുരേഷ് സാർ കണ്ടില്ലേ? പിന്നെ നന്നായിട്ടുണ്ട്. അതാ. എന്താ കുട്ടിയുടെ പേര്? എങ്ങനെ? ആ ഡാൻസ് ചെയ്ത കുട്ടിയില്ലേ, സൂപ്പർ പെർഫോമൻസാ. എനിക്കൊന്ന് ആലോചിച്ചാലോ? നല്ല മാച്ച് ആയിരിക്കും. ആദ്യം ഈ കുട്ടിയുടെ കാര്യം നടക്കട്ടെ, നാളെ ചെറുക്കം വരും പെണ്ണ് കാണാൻ. വിവാഹം മാളിയപ്പുരയ്ക്കൽ വീടിന്റെ മുറ്റത്ത് വെച്ചാണെന്നും പോലീസ് സന്നാഹവുമായി എത്തണമെന്നാണല്ലോ കമ്മത്ത് പറഞ്ഞത്. എന്നിട്ട് കല്യാണത്തിന്റെ സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. അല്ല കമ്മത്തെ, കല്യാണം ഇവിടെ വെച്ച് തന്നെയല്ലേ? കല്യാണം ഇവിടെ വെച്ച് തന്നെയാണ്, ഒരു 10 മിനിറ്റുള്ളിൽ. നമ്മൾ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ കൊടുത്തത് കല്യാണത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പ്രമോഷൻ കൊടുക്കാൻ കൂടി തന്നെയാണ്. കേരള പോലീസിന് മാൻകേടുണ്ടാക്കിയ സുരേഷ് പാത്ത് കേസിലെ പ്രതികളാണ് ഇവരെ നമ്മൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. ശരി ശരി. പക്ഷെ നമ്മൾ കൈമാറി എന്ന് പറയണ്ട, നിങ്ങൾ കൈമാറി എന്ന് പറഞ്ഞാൽ മതി, പ്രമോഷൻ കിട്ടും. വരച്ച് പോരട്ടെ. അങ്ങനെ തന്നെ. പോലീസുകാർമാരുടെ പിടികെട്ട പുള്ളി വിക്രം ചേത്രി, ഇയാളാണ് പ്രധാന പ്രതി. അയ്യോ, ഇയാൾ ചത്തോ? ചത്തിട്ടില്ല, ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കി, ഞാൻ ചവിട്ടി നടുവോടിച്ചു. ഇനി ജീവിച്ചിട്ട് കാര്യമല്ല, സത്തുപോയി ശവം. താങ്ക് യു കമ്മ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഉണ്ട്. കല്യാണം എല്ലാം സെറ്റപ്പും റെഡിയാണ്, എല്ലാം ഓട്ടോമാറ്റിക് ആണ്. വരാൻ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കാൻ പോകും. രാജ കളിക്ക് ഇറങ്ങിയാൽ അത് ഒരു കളിയായിരിക്കും. താലിമന്ത്രി അന്നു മഹാലക്ഷ്മിയെ ഒറ്റക്കാക്കാൻ കൊടുക്കരുത്. ആർ പറഞ്ഞു മഹാലക്ഷ്മിയെ നമ്മൾ ഒറ്റക്കാക്കുമെന്ന്? നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീർമാനിച്ചിട്ടുണ്ട്. ആ താളിയും മാളയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊടുക്കും. അന്നു താളി
ഇനി ഒരു ആൾ കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് താലി കെട്ടാൻ കൊടുക്കാം. അയാൾക്ക് വരാൻ പറയും. ഇറങ്ങി വരൂ. മഹാലക്ഷ്മിയുടെ മുടങ്ങിപ്പോയ കല്യാണം നമ്മൾ നടത്താൻ കൊടുക്കുന്നു. ഇയാൾക്ക് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. അതുകൊണ്ടല്ല ഇത്രയും നാൾ കല്യാണം കഴിക്കാതിരുന്നത് കള്ളൻ. അത് നമ്മൾ കണ്ടുപിടിച്ചു. താലിക്കെട്ട് നടക്കട്ടെ, താലിക്കെട്ട് നടക്കട്ടെ. എന്താണ് നമ്മൾ വിചാരിക്കാൻ കൊടുത്തത്? താൻ എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? നമ്മൾ മഹാലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് അല്ലേ? അതെ. അങ്ങനെ ചെയ്താൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ആക്കാൻ കുട്ടില്ല. ഇത് വേറെ ക്ലൈമാക്സ് ആണ്. ഈ മലയാളം മണ്ണിൽ പെണ്ണ് പെട്കോഴി ഒന്നുമില്ലാതെ കുറെ കാലം നമ്മൾ നിൽക്കാൻ പോകുകയാണ്. എല്ലാവർക്കും നല്ല രസമായിരിക്കും അല്ലേ? അസാക്കസ. അസാക്കസ്.